നമ്മൾ ഇന്ന് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ വിഷുവിനുള്ള പടക്കങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും അവധിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ പടക്കം വാങ്ങിക്കാനായിട്ട് പോകുന്നത്. രാവിലെ തന്നെ വോട്ടൊക്കെ ചെയ്തിട്ട് നമ്മളിത് ആ പടക്കക്കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാ വർഷവും ഈ സെയിം ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇത് ചേർത്തലയിലെ വളമംഗലം എന്ന് പറയുന്ന പ്ലേസാണ്. ഇത് ഹോൾസെയിൽ ഷോപ്പാണ്, സിംഗിൾ പീസ് ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോൾസെയിൽ ഷോപ്പിൽ പോയി എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇവിടെ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടു, ഇത് കണ്ടപ്പോൾ എനിക്ക് ജെംസ് പോലെയാണ് കേട്ടോ തോന്നിയത്. പക്ഷെ ഇതെന്താ സംഭവം എന്നറിയില്ല. ഈ മോഡലാണ് ഈ കാണുന്നത്. അത് കൊണ്ടുവന്നത് അത് ഇന്നിപ്പോ ഈ ഇലക്ഷൻ സാധനങ്ങൾ അതല്ല, ഓരോ ദിവസങ്ങളാണ് കേട്ടോ വരുന്ന വണ്ടികൾ. എന്ത് വിലയായിരുന്നു അത്? 400. ഇത് അതിന് മാത്രം ഉണ്ട്. മൂന്നെണ്ണോ കത്ത് കാണുമ്പോൾ അതിന് മാത്രം ഉണ്ട്. ഇത് ഉത്സവത്തിനൊക്കെ നമ്മള് മറ്റേ ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഫ്രഷ് ജ്യൂസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഫ്രഷ് ജ്യൂസ് അല്ല. ഇതും പൊട്ടുന്ന എന്തോ ഒരു സാധനമാണ്, പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളത് വാങ്ങിയില്ല. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞു. നമ്മൾ ടോട്ടൽ 3500 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ ചേർത്തലെത്തി. ഇനി നമ്മൾ നേരെ പോകുന്നത് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടല്ലേ, അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും ജ്യൂസ് മാറി എല്ലാവരും ഷെയ്ക്കായി. ഞാനും അച്ഛനും മാംഗോ ഷെയ്ക്കും, കുഞ്ഞപ്പനും അമ്മയും വാനില ഷെയ്ക്കുമാണ് കുടിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച ഐറ്റംസ്. വീട്ടിലെത്തിയിട്ട് ആദ്യം തന്നെ ഇതെന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഇത്തവണത്തെ വിഷുവിൻ്റെ പടക്കം നമ്മൾ ഹോൾസെയിൽ കടയിൽ പോയി എടുത്തത് 3200 രൂപയുടെ പടക്കമാണ് നമ്മളിട്ട്. ഓലപ്പടക്കം 70 രൂപയാണ്. പക്ഷേ നമ്മൾ 300 ഓലപ്പടക്കം മേടിച്ച്. ഇത് മേളിൽ പോയി പൊട്ടുന്ന പൂത്തിരി, ചൈനീസ് പൂത്തിരി. ഇത് അതുപോലെ തന്നെ മേളിൽ പൊട്ടുന്നതാണ്. എന്നാൽ അധികം സമയം നിൽക്കുന്ന സാധനമാണ്. ഇതൊരു പാക്കറ്റിന് 450 രൂപ വിലയാണ്. പുതിയ ഇത്തവണത്തെ വെറൈറ്റി സാധനം. ഇത് കമ്പിത്തിരി പല പല കളറായിട്ട് തിരക്കുന്നതാണ്. ഇത്രയും വലിയൊരു പാക്കറ്റ് ഇത് 100 രൂപയാണ്. അതുപോലെ തന്നെ റെഡ് കളറിലാണ്. ഇതിന് 75 രൂപയാണ്. ഇത് അതുപോലെ തന്നെ ഗ്രീനാണ്. അത് 75 രൂപയാണ് ഒരു പാക്കറ്റിന്. ഇത് ചൈനീസ് പടക്കം. തരിതരി പോലെ പൊട്ടുന്ന പടക്കം, നല്ല ഭംഗിയുള്ള പടക്കമാണ്. അതൊരു പാക്കറ്റിന് 50 രൂപയാണ്. ഇത് ഇലക്ട്രിക് കമ്പിത്തിരി, പൊട്ടിച്ചെതറുന്ന കമ്പിത്തിരിയാണ് ഇത്. അതുപോലെ തന്നെ ഒരു പാക്കറ്റിന് 50 രൂപയാണ്. ഇത് അതുപോലെ തന്നെ പൂത്തിരി, ഒരാപ്പൂ, വലിയ കുഴപ്പമാണ്. സമയം നിൽക്കുന്ന അതുപോലെ പാളിപ്പടക്കം. ഇത് 1 2 3 4 5 6 7 8 10 എണ്ണം ഉണ്ട്. 500 രൂപയാണ്. ഇത് പിന്നെ നമ്മുടെ
മേളിൽ പൊട്ടുന്ന എത്ര സൈസാണ് 30 ഷോട്ടാണ്. 30 ഷോട്ട് മേളിൽ പോയി പൊട്ടുന്ന പല പല കളറിൽ പൊട്ടുന്ന ഇതാണ്. ഇതിൻ്റെ വില 500 രൂപയാണ്. നമ്മൾ ഈ തിരി കത്തിച്ച് വെച്ചാൽ മതി. നിലാത്തിരിയാണ്. നിലാത്തിരി ഇത് നമ്മുടെ നാടൻ നിലാത്തിരിയാണ്. ഇതൊക്കെ വെച്ച് ഒരെണ്ണത്തിന് 10 രൂപ വെച്ചാണ് നമുക്ക് കിട്ടിയത്. വില കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ വില കൂടി 25 രൂപയൊക്കെ ഒരെണ്ണത്തിന് വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് ഒരെണ്ണം 10 രൂപ വെച്ച് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ഐറ്റംസൊക്കെ കണ്ടല്ലോ. ഇനിയിപ്പോൾ വിഷുവിനൊരു ലോങ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും പോയി പടക്കമൊക്കെ വാങ്ങി വിഷുവൊക്കെ ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക. എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു.